നിങ്ങളിന്ന് വായിക്കുകയും കേൾക്കുകയും ചെയ്യുന്നത് അസുരവിത്ത് എന്ന നോവലിൻ്റെ 36-ാം ഭാഗമാണ്. രചനയും അവതരണവും ഇമ്മാനുവൽ. മുടക്കമില്ലാതെ കേൾക്കാനും വായിക്കാനുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർക്കണേ. കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും കൂടി ഓർക്കണേ. ചുറ്റും നിറയെ ഏലത്തോട്ടം. അതിനിടയിൽ ആകാശത്തോളം എത്തി നിൽക്കുന്ന വൻമരങ്ങൾ. ആ മരങ്ങളിലെല്ലാം കുരുമുളക് ചെടികൾ 2 ഏണിപ്പൊക്കത്തിൽ പൊതിഞ്ഞ് കയറിക്കിടക്കുന്നു. വെയിലുണ്ടോ എന്ന് പോലും അറിയാൻ പറ്റില്ല. അല്പം പോലും ഭൂമിയിലേക്ക് വരുന്നില്ല. അത്രയ്ക്കും നിബിഡമാണ് ആ തോട്ടം. റോഡിലൂടെ വരുമ്പോൾ വാഹനത്തിലെ AC-യുടെ തണുപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ വാഹനത്തിലെ AC-യുടെ തണുപ്പ് ഇല്ലായിരുന്നു. എന്നാൽ അവർക്ക് അനുഭവപ്പെടുന്നത് അതിനേക്കാൾ തണുത്ത കാലാവസ്ഥയാണ്. പ്രകൃതി നമുക്കായി ഒരുക്കിയിരിക്കുന്ന എയർ കണ്ടീഷൻ സിസ്റ്റം. അത് കൂടുതൽ സുഖകരമാണ്. ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഭൂവിഭാഗമാണത്. ഇനി അവൻ പ്രകൃതി സ്നേഹമില്ലാത്ത അരസികനാണെങ്കിൽ പോലും അവനെയും സന്തോഷിപ്പിക്കാനുള്ള വക പ്രകൃതി അവിടെ തയ്യാറാക്കി വച്ചിട്ടുണ്ട്. നിറയെ കായ്കളുള്ള ഏലച്ചെടികൾ എലിസബത്തിന് നന്നായി ഇഷ്ടപ്പെട്ടു. അവൾ ഓരോന്നും വിശദമായി നിരീക്ഷിക്കുകയും ചെയ്തു. ഓരോ കതിർപ്പുകളും മണ്ണിൽ നിന്നും അല്പം ഉയർന്നു നിൽക്കുന്നതും നല്ല കായ്ഫലമുള്ളതുമായ ഒരു ഇനമാണത്. കായകൾ ഒന്നും തന്നെ മൂത്തിട്ടില്ല. തോട്ടത്തിൽ പണിയുള്ള ദിവസമായിരുന്നതിനാൽ ആ വീടിനുള്ളിൽ പണിക്കാർക്ക് പാചകം ചെയ്യുന്നതിനായി ചെറിയാച്ചൻ നിയമിച്ച പാചകക്കാരി വന്നിട്ടുണ്ടായിരുന്നു. നേരത്തെ വിവരമറിയിച്ചിരുന്നതുകൊണ്ട് അവർക്കെല്ലാവർക്കും വേണ്ടത്രയും കാപ്പി തയ്യാറാക്കിയിരുന്നു. ഏലക്കായ ചേർത്ത നല്ല കാപ്പി അവിടെ വിതരണം ചെയ്തു. അത് കുടിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് സ്ഥലങ്ങൾ കാണാനായി ഓരോരുത്തരും പുറത്തേക്ക് ഇറങ്ങിയത്. ആദ്യമായി തോട്ടത്തിൽ പോയ ദിവസം മുതൽ തന്നെ റിൻസിക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് തോട്ടത്തിന് നടുവിലൂടെ ഒഴുകുന്ന അരുവിയാണ്. അവിടെ പോകുന്ന ഒരു ദിവസം പോലും അരുവിയുടെ അവിടെ അവൾ പോകാതിരുന്നിട്ടുമില്ല. ഏത് കൊടും വേനലിലും അതിൽ വെള്ളമുണ്ടായിരിക്കും. വേനൽ അത്രയൊന്നും കടുത്തിട്ടില്ലാത്തതിനാൽ ഇപ്പോൾ തോട് സാമാന്യം സമ്പന്നമാണ്. സമൃദ്ധമായി വെള്ളമൊഴുകുന്ന ഒരു ഇടത്തരം തോട് തന്നെയാണ് ഇപ്പോൾ അത്. ഇതിനു മുമ്പ് റിൻസി വന്നപ്പോൾ നല്ല വേനൽക്കാലമായിരുന്നു. അന്ന് ആ തോട്ടിൽ അല്പം മാത്രമേ വെള്ളമുണ്ടായിരുന്നുള്ളൂ. മീനുകൾ ഒന്നുപോലുമില്ലായിരുന്നു. അവയൊക്കെ കൂടുതൽ വെള്ളമുള്ള ഭാഗങ്ങളിലേക്ക് പോയിട്ടുണ്ടാകും. റിൻസി എലിസബത്തിനെയും കൂട്ടി നേരെ തോട്ടിലേക്ക് തന്നെ പോയി. വെള്ളത്തിൽ കൈ തൊട്ടാൽ ഐസ് വെള്ളത്തിൽ തൊടുന്ന പ്രതീതിയാണ്. എന്നാലും അതിനൊരു പ്രത്യേക സുഖമുണ്ട്. ആ വെള്ളത്തിൽ കൈ മുക്കിക്കൊണ്ട് അവൾ കുറേ സമയം അവിടെ ഇരുന്നു. അവർക്ക് ഇരിക്കാൻ പാകത്തിൽ തോടിന് നടുവിലായി തന്നെ അല്പം ഉയർന്ന ഒരു പാറക്കല്ലുണ്ട്. വരുന്നവരെല്ലാവരും അതിലിരുന്ന് തണലിൻ്റെ സുഖം പറ്റി ആനന്ദിച്ച് മാത്രമേ അവിടെ നിന്ന് പോകാറുള്ളൂ. ഈ തോട്ടിൽ മീനുകൾ ഉണ്ടാവാറില്ലേ റിൻസി? ഒന്നിനെയും കാണുന്നില്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിൽ കുറേ എണ്ണത്തിനെ പിടിച്ചുകൊണ്ട് പോകാമായിരുന്നു. ഒരു കറിക്കുള്ളത് കിട്ടിയാൽ അത്രയും ആയില്ലേ? നല്ല രുചിയുള്ള മീനായിരിക്കും ഇല്ലേ? പിടിച്ചു കൊണ്ടുപോകാൻ പാകത്തിനുള്ള വലിപ്പമുള്ള മീനുകളൊന്നും ഇല്ല ഇവിടുത്തെ തോട്ടിൽ. ഇതിന് മുമ്പൊരിക്കൽ ഞാൻ കണ്ടത് വളരെ ചെറിയ മീനുകളാണ്. അന്ന് വെള്ളം കുറവായിരുന്നു കേട്ടോ. അതുകൊണ്ടാണോ കാണാത്തത് എന്നറിയില്ല. നമ്മുടെ പുഴകളിലുള്ള പരൽ മീനിൻ്റെ ചെറിയ ഒരു രൂപം. കാണാൻ ഭംഗിയുള്ള മറ്റൊരു തരം മീനുമുണ്ട്. ഈ 2 ഇനങ്ങളെ മാത്രമേ ഞാനിവിടെ കണ്ടിട്ടുള്ളൂ. നീ അതാ അങ്ങോട്ട് നോക്കിക്കേ. റിൻസി ചൂണ്ടിക്കാണിച്ച ഭാഗത്തേക്ക് നോക്കിയ എലിസബത്തിന് വിവിധ നിറങ്ങളിലുള്ള ഒരു മീനിനെ കാണാൻ പറ്റി. പ്രധാനമായും മഞ്ഞയും കറുപ്പും ഇടയ്ക്കിടയ്ക്ക് വരച്ചതുപോലെ. ഒരു മഞ്ഞ വര, അതിനുശേഷം ഒരു കറുത്ത വര. അങ്ങനെയാണ് ക്രമം. ഒറ്റ നോട്ടത്തിൽ കാണാൻ ആരും ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു മീൻ. അത്തരം 3-4 എണ്ണം ഒരുമിച്ച് കൂടി നിൽക്കുന്നത് കണ്ടു. അവരും വല്ല ടൂറിനും വന്നതായിരിക്കുമോ നമ്മളെപ്പോലെ? ആർക്കറിയാം.
അവരുടെ ലോകത്തും ഇതേപോലെ തന്നെ വിദ്യാഭ്യാസവും വിനോദസഞ്ചാരവും ഒക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അവയെപ്പറ്റി അത്രയൊന്നും അറിയില്ലല്ലോ. കൂടുതൽ പഠനങ്ങളൊക്കെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കതറിയില്ലല്ലോ. നമ്മൾ അവരെ കാണുന്നത് പോലെ മാത്രമല്ലേ അവർ നമ്മളെയും കാണുന്നുള്ളൂ. രണ്ടുപേരും മീനിനെയും നോക്കി രസിച്ചിരുന്ന നേരത്താണ് അപ്രതീക്ഷിതമായി അത് സംഭവിച്ചത്. അവരിരുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയായി ഒരു മരത്തിൻ്റെ കമ്പ് സാമാന്യം ശക്തിയായി പതിച്ചു. രണ്ടുപേരും ഞെട്ടിപ്പോയി. നമ്മൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുമ്പോൾ തൊട്ടടുത്തുണ്ടാകുന്ന ചെറിയ ശബ്ദം പോലും നമ്മളെ ഞെട്ടിപ്പിക്കുമല്ലോ. അതുതന്നെയാണ് ഇവരുടെ കാര്യത്തിലും സംഭവിച്ചത്. ഞെട്ടി മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു മലയണ്ണാൻ ഒരു മരത്തിൽ നിന്നും അടുത്ത മരത്തിലേക്ക് ചാടിയതാണ്. അവൻ പിടിച്ച് ആദ്യത്തെ കൊമ്പാണ് ഒടിഞ്ഞ് താഴോട്ട് പോകുന്നത്. എന്നിട്ടും അവൻ താഴോട്ട് വീഴാതെ അടുത്ത ഒരു കൊമ്പിൽ പിടിച്ച് തൂങ്ങി മുകളിലേക്ക് കയറുകയാണ് ചെയ്തത്. നമ്മൾ കാണുന്നവർക്ക് അത് അതിശയമാണെങ്കിലും അവനെ സംബന്ധിച്ചിടത്തോളം നിത്യസംഭവമായിരിക്കും. അവൻ്റെ ഇണ തൊട്ടടുത്ത മരത്തിൽ തന്നെ ഉണ്ട്. രണ്ടുപേരും സല്ലപിക്കുകയാണ്. രാവിലത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇനി വിശക്കുന്ന അത്രയും സമയം സല്ലാപം. അത് കഴിഞ്ഞ് വീണ്ടും ഭക്ഷണം, വീണ്ടും സല്ലാപം. അതാണ് പാവം ജീവികളുടെ ജീവിതക്രമം. അവർക്ക് വ്യാധികളും ആധികളും ഒന്നുമില്ല, ബാധ്യതകളുമില്ല, ഒന്നും സമ്പാദിച്ച് എവിടെയും വയ്ക്കുന്നുമില്ല. അതുകൊണ്ട് യാതൊരുവിധ ടെൻഷനുമില്ല. എന്ത് രസമാണ് അതിനെ കാണാൻ. പ്രകൃതി എത്ര മനോഹരമായിട്ടാണ് അവനെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ നിറങ്ങൾ എത്ര ഭംഗിയായിട്ടാണ് കൂട്ടിയോജിപ്പിച്ചിരിക്കുന്നത്. ഒരു മനോഹരമായ പെയിൻറ്റിങ് പോലെ തോന്നുന്നു. ഇത്തരം അണ്ണാനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ അവിടെയൊക്കെയുള്ള പുറത്ത് 3 വരെയുള്ള അണ്ണാനാണ്. അവൻ തീരെ ചെറുതാണല്ലോ. അവനാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളത്. എന്നാൽ ഇവനെ കാണാൻ അങ്ങനെയല്ലല്ലോ. നല്ല വലിപ്പവുമുണ്ട്, നല്ല സൗന്ദര്യവുമുണ്ട്. അവൻ അവിടെ തന്നെ ഇരുന്നെങ്കിൽ മതിയായിരുന്നു കുറേ നേരം കൂടി. അത്രയും നേരം നമുക്ക് കണ്ട് രസിക്കാൻ പറ്റുമായിരുന്നു. ഇവൾ ആദ്യമായി മലയണ്ണാനെ കാണുന്നതുകൊണ്ടാണ്. തനിക്കും ആദ്യം കണ്ടപ്പോൾ ഇതുപോലെ ഒരുതരം ആവേശമായിരുന്നു. ഓരോ തവണ വരുമ്പോഴും കാണുന്നതാണ്. ഇപ്പോൾ ആവേശം കുറേ കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ അതിന് വലിയ പുതുമയൊന്നും തോന്നുന്നില്ല. നാട്ടുകാർക്ക്, പ്രത്യേകിച്ചും കൃഷിക്കാർക്ക് ശല്യക്കാരനാണ് അവൻ എന്നറിഞ്ഞത് മുതലാണ് അവനോടുള്ള താല്പര്യം കുറച്ച് കുറഞ്ഞത്. പിടിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ ഒരെണ്ണത്തിനെ വീട്ടിൽ കൊണ്ടുപോയി വളർത്താമായിരുന്നു എന്ന് തോന്നുന്നില്ലേ എലിസബത്തിന്? പക്ഷേ ഒരു രക്ഷയുമില്ല. അതുകൊണ്ട് തോന്നണ്ട. അവനെ വെടിവെച്ച് താഴെയിട്ടല്ലാതെ ഒരു തരത്തിലും പിടിക്കാൻ കഴിയില്ല. അങ്ങനെ പിടിച്ചിട്ട് നമുക്ക് കാര്യവുമില്ല. അവൻ കൂട് വയ്ക്കുന്നത് അത്ര വലിയ മരത്തിന് മുകളിലാണ്. അതിൻ്റെ മണ്ടയിൽ കയറി അതിൽ നിന്നൊരു കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞാൽ നടപ്പുള്ള കാര്യമല്ല. അതുകൊണ്ട് പറ്റാത്ത കാര്യത്തിന് ആഗ്രഹിക്കാതിരിക്കുകയല്ലേ ഉത്തമം. തേനെടുക്കാനൊക്കെ പോകുന്ന ആദിവാസികളോട് പറഞ്ഞാൽ അവർ കയറി ഇതിൻ്റെ കൂട്ടിൽ നിന്നും കുഞ്ഞിനെ എടുത്തുകൊണ്ട് തരില്ലേ? അവർക്കാവുമ്പോൾ മരത്തിൽ കയറുന്നത് ഒരു പ്രശ്നമേ അല്ലല്ലോ. നമുക്കല്ലേ മരം കാണുമ്പോൾ കാലു വിറയ്ക്കുന്നത്. ആ മാർഗം ഒന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഇപ്പോൾ വേണമെന്നില്ല. നീ ഇത് മനസ്സിൽ വെച്ചാൽ മതി. പിന്നീട് വരുമ്പോൾ ഇവിടെ പണിക്ക് വരുന്ന ആരോടെങ്കിലും ഒന്ന് പറഞ്ഞു നോക്ക്. ചിലപ്പോൾ സാധിച്ചു കിട്ടും. നമുക്കൊന്ന് പറയുന്ന മുടക്കല്ലേ ഉള്ളൂ. കിട്ടിയാൽ ഒരെണ്ണം പോരാ, 2 എണ്ണത്തിനെ എടുത്തു. ഒന്ന് എനിക്കും ഒന്ന് നിനക്കും. പൂതിയൊക്കെ കൊള്ളാം, പക്ഷേ ഇതിനെ വളർത്താൻ പാടില്ല. കുറ്റകരമാണ്, ശിക്ഷാർഹവുമാണ്. കുഞ്ഞിനെ എടുത്ത് തരുന്നവർക്ക് കാശ് കൊടുക്കുകയും വേണം, വളർത്തുന്ന വകയിൽ ശിക്ഷ അനുഭവിക്കുകയും വേണം എന്ന് വന്നാൽ അത് മണ്ടത്തരമല്ലേ? ഞാൻ എന്തായാലും അതിനെ വളർത്താനില്ല. അതിനെ പിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് മാത്രമല്ല, അത് വന്യജീവിയാണ്. അതിനെ വളർത്താൻ നമുക്ക് അവകാശവുമില്ല. അത് നിയമവിരുദ്ധവുമാണ്. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു ജീവിയെ പിടിച്ചാൽ
വന്യജീവിയെ വളർത്തി എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നമ്മൾ ജയിലിൽ പോകേണ്ടി വരും. ജയിലിൽ കിടപ്പ് അത്ര സുഖമുള്ള കാര്യമല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് മോളെ എലിസബത്തെ, ആ പരിപാടിക്ക് ഞാനില്ല. കാശ് കൊടുത്ത് ആരെങ്കിലും കടിക്കുന്ന പട്ടിയെ വാങ്ങുമോടി പെണ്ണേ. മലയണ്ണാൻ അവരെ കാത്തു നിന്നതൊന്നുമില്ല. അല്പം നേരം കഴിഞ്ഞതേ അവൻ ചിലച്ചുകൊണ്ട് ഇണയെയും കൂട്ടി അടുത്ത മരത്തിലേക്ക് ചാടിപ്പോയി. ഒരു സ്ഥലം മടുത്താൽ അടുത്തത്. ഒന്ന് കുനിഞ്ഞ് നിവർന്നപ്പോഴേക്കും മലയണ്ണാൻ 4 മരത്തിനപ്പുറം കടന്നു പോയി കഴിഞ്ഞു. ഇനി അവനെ കാണാൻ കിട്ടണമെങ്കിൽ അവന് തന്നെ തോന്നണം. അല്ലാതെ നമ്മൾ പുറകെ ഓടിയിട്ടൊന്നും ഒരു കാര്യവുമില്ല. അല്ലാതെ എലിസബത്ത് കോഴിക്കോട് വലിയ സമ്പന്നയാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. എലിസബത്തിനെ പല ആമ്പിള്ളേർക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. മലയണ്ണാന് അവളെ അത്ര ഇഷ്ടപ്പെട്ട മട്ടില്ല. അവൻ അവൻ്റെ പെണ്ണിനെയും കൊണ്ട് എവിടേക്കോ പോയി. അവരവരുടെ സ്വർഗരാജ്യത്തിലേക്ക് പോയി കാണും. നമ്മൾ അവർക്കൊരു ശല്യമെങ്ങാനും ആയെങ്കിലോ എന്നവർ പേടിച്ചിട്ടുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അവൻ അവളെയും കൊണ്ട് എത്രയും വേഗം പോയത്. കൊണ്ടുപോകട്ടെ, പോയി ആനന്ദിക്കട്ടെ. എനിക്കതിനെന്തോ നഷ്ടം. അവർ രണ്ടുപേരും തോട്ടിലേക്ക് പോന്നിട്ട് കുറേ സമയമായി. എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കൂട്ടത്തിലുള്ള ആരോടും പറഞ്ഞതുമില്ല. അവർ ചിലപ്പോൾ അന്വേഷിക്കുന്നുണ്ടാകും. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം ഇവിടെ നിന്ന് കയറിപ്പോകാം. ഇനി വരുമ്പോൾ സമയമുണ്ടെങ്കിൽ വന്ന് കുറേ സമയം കൂടി ഇവിടെ ഇരിക്കാം. എൽസേ, നമ്മൾ പോന്നിട്ട് കുറേ സമയമായി. അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം പോകാം. എഴുന്നേൽക്ക് പെണ്ണേ, പോകാം. എത്ര നേരം തണുത്തത് പോരെ നിൻ്റെ ചൂടടങ്ങാൻ? എൻ്റെ ചൂടടങ്ങാൻ ഈ വെള്ളത്തിൻ്റെ തണുപ്പൊന്നും പോര മോളെ. നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. നിനക്ക് ചൂടില്ലല്ലോ. ചൂടുള്ളവർക്ക് മാത്രമേ അതിൻ്റെ വിഷമം മനസ്സിലാവുകയുള്ളൂ. ചൂടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇപ്പോൾ തൽക്കാലം നമുക്ക് വേഗം വീട്ടിലേക്ക് ചെല്ലാം. ഇല്ലെങ്കിൽ അന്വേഷിച്ചു വന്നാൽ പറയുന്നതെല്ലാം കേൾക്കേണ്ടി വരും. ഇത് കാടാണ്, നാടല്ല. നമുക്ക് വഴിതെറ്റിപ്പോകാനുള്ള സാധ്യത ഇഷ്ടം പോലെയാണുള്ളത്. നാട്ടിൽ പോലും ചിലർക്ക് വഴിതെറ്റുന്നു, പിന്നെയല്ലേ കാട്ടിൽ. എലിസബത്തിനിട്ടൊന്ന് താങ്ങിയതാണ്. അവൾക്ക് പക്ഷേ മനസ്സിലായില്ല. അതുകൊണ്ട് റിൻസി അവിടെ നിർത്തി. രണ്ടുപേരും പിന്നെയും ഓരോ വർത്തമാനം പറഞ്ഞുകൊണ്ട് വേഗം ഷെഡിന് നേർക്ക് നടന്നു. റിൻസിയുടെ കണക്കുകൂട്ടൽ ശരിയായിരുന്നു. ഇവർ രണ്ടുപേരും എവിടെ പോയി എന്ന് വിഷമത്തിലായിരുന്നു ബാക്കി എല്ലാവരും. ആകെ ഒരു സമാധാനമുണ്ടായിരുന്നത് അവർ തോടിന് നേരെ നടന്നു പോകുന്നത് റിജു കണ്ടിരുന്നു. അവനത് അക്കാമ്മയോട് പറയുകയും ചെയ്തു. അതുകൊണ്ട് അക്കാമ്മയ്ക്ക് വലിയ ടെൻഷൻ ഇല്ലായിരുന്നു. കാരണം ഇതിനു മുമ്പും വന്നപ്പോൾ അവൾ പലപ്പോഴും ആ തോട്ടിൽ പോകാറുള്ളതാണ്. പറഞ്ഞിട്ട് വേണ്ടേ റിൻസി പോകാൻ? നിങ്ങൾക്കധികം പരിചയമില്ലാത്ത സ്ഥലങ്ങളല്ലേ ഇവിടെയുള്ളത്. അപ്പോൾ രണ്ടുപേരും ചാടിത്തുള്ളി പോവുകയാണോ വേണ്ടത്? വിവരം പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ ഞങ്ങൾ ബുദ്ധിമുട്ടേണ്ട ആവശ്യമുണ്ടായിരുന്നോ? അവസാനം ആ റിജു പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങളിവിടെ ഒരു സമാധാനത്തിൽ ഇരുന്നത്. തങ്ങൾ തോട്ടിലേക്ക് പോകുന്നത് ആരും കണ്ടില്ലെന്നാണ് വിചാരിച്ചത്. കള്ളൻ, അവൻ കണ്ടല്ലോ അല്ലേ? അല്ലെങ്കിലും താൻ എങ്ങോട്ടാ പോകുന്നത് എന്ന് നോക്കി നിൽക്കുകയാണ് അവൻ. തൻ്റെ ചലനങ്ങളെല്ലാം അവൻ കൃത്യമായി ശ്രദ്ധിക്കും. ഒരാങ്ങളയുടെ കടമയാണ് പോലും അത്. ഒരാങ്ങള വന്നിരിക്കുന്നു, നരന്താണ്. എന്നാലും ആണിൻ്റെ ഉത്തരവാദിത്വ ബോധം കാണിക്കാതിരിക്കുമോ? ഞാൻ ഇതിനു മുമ്പ് ഇവിടെ വന്നപ്പോഴും ആ തോട്ടിൽ പോകാറുള്ളതാണല്ലോ. ഒരു തവണ പോലും അതിന് മുടക്കം വരുത്തിയിട്ടില്ല. ആദ്യം ചാച്ചൻ അവിടെ കൊണ്ടുപോയി എന്നെ കാണിച്ചതല്ലേ. അന്നു മുതൽ ഞാൻ എത്ര പ്രാവശ്യം വന്നിട്ടുണ്ടോ അത്രയും പ്രാവശ്യവും തോട്ടിൽ പോയിട്ടുമുണ്ട്. ഇപ്പോൾ ഇവൾ കൂടി വന്നപ്പോൾ ഇവളെ ഒന്ന് കൊണ്ടുപോയി അവിടം കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നാതിരിക്കുമോ? അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അവിടെ പോയി. തോട്ടിലെ കല്ലിലിരുന്ന് കുറേ സമയം വർത്തമാനം പറഞ്ഞു. അതിനിടയ്ക്ക് ഒരു മലയണ്ണാനെയും കണ്ടു. മലയണ്ണാനെ കണ്ടിട്ട് വെറുതെ വിട്ടോ? പിടിച്ചുകൊണ്ട് വരാമായിരുന്നില്ലേ? നമുക്ക് വറുക്കാമായിരുന്നല്ലോ വൈകുന്നേരത്തേക്ക്. ഇവിടെ വൈകുന്നേരത്തേക്ക് വറുക്കാൻ ഒന്നുമില്ലല്ലോ. അതോർത്ത് ഞങ്ങൾ വിഷമിച്ചിരിക്കുകയായിരുന്നു.
നിങ്ങൾ 2 പേരുണ്ടായിരുന്നില്ലേ? ഒരു മലയണ്ണാനെ പിടിക്കാൻ 2 പേർ പോരെ ധാരാളം? ഞങ്ങൾക്ക് പരിചയമില്ലാത്ത സ്ഥലവും പരിചയവുമില്ലാത്ത മൃഗവുമായി പോയില്ലേ? ഇല്ലെങ്കിൽ തീർച്ചയായും അതിനെ പിടിച്ചുകൊണ്ട് വരുമായിരുന്നു. അങ്കിളിന് അതിനെ വറുക്കണമെന്നും എനിക്കറിയാമായിരുന്നു. അറിയാത്തതുകൊണ്ടല്ലെന്നേ. എന്നാലും തീരെ പരിചയമില്ലാത്ത സ്ഥലത്ത് അതിൻ്റെ പുറകെ പോയി വഴി തെറ്റരുതല്ലോ എന്ന് ഇവൾ പറഞ്ഞതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ വിടുമോ? എന്തെങ്കിലും ഒന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ അതിനെ കിട്ടാതെ ഞാൻ വിടില്ല എന്ന് അങ്കിളിന് അറിയാമല്ലോ. അങ്ങോട്ടൊന്ന് ആക്കാൻ നോക്കിയത് തിരിച്ചിങ്ങോട്ട് വയ്ക്കുകയാണല്ലോ. ഇവൾ ആൾ മിടുക്കിയാണല്ലോ. ഇങ്ങനെ ഉരുളയ്ക്ക് ഉപ്പേരി പോലെ പറയാൻ കഴിയണം പെൺപിള്ളേരായാൽ. ആൺമക്കളുണ്ടായിരുന്നെങ്കിൽ അവളെക്കൊണ്ട് കല്യാണം കഴിപ്പിക്കാമായിരുന്നു എന്നുപോലും വേണമെങ്കിൽ ചെറിയാച്ചന് തോന്നിക്കാണും. പക്ഷേ റിൻസി സമ്മതിച്ചിട്ട് വേണ്ടേ? അവൾക്കല്ലേ അറിയൂ എലിസബത്തിൻ്റെ തനി സ്വഭാവം. കഥ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻ്റായി രേഖപ്പെടുത്തണേ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് വിട്ടേക്കണം. കൂട്ടുകാർക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് ഷെയറും കൂടി അടിച്ചു കൊടുത്തേക്കണം. അവരും കൂടി വായിക്കട്ടെന്ന് കഥയുടെ ഓരോരോ ഭാഗങ്ങൾ. കഥയുടെ അടുത്ത ഭാഗം നാളെ തന്നെ പോസ്റ്റ് ചെയ്യും. സാധാരണ പോലെ ഉച്ചതിരിഞ്ഞ് 2:30 തന്നെ. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ഓക്കേ.